പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വാണിംഗ് ഉണ്ട്. ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. ഈ കാലത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ശ്രദ്ധയോടും ഇത്തിരി ആന്തലോടും കൂടെ കേൾക്കേണ്ട വചനമാണ്. ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. ഈ തലമുറയ്ക്ക് കണക്ക് കൊടുക്കേണ്ടി വരുന്നത് വേറൊന്നിനുമല്ല, വെളിച്ചമുണ്ടായിട്ടും കാഴ്ചയില്ലാതെ ജീവിച്ചതിനെ ഓർത്തിട്ടായിരിക്കും. കാണാതെ ജീവിച്ചതിനെ ഓർത്ത്. വെളിച്ചമുണ്ടായിട്ടും. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരും വിളക്ക് കൊളുത്തി പറയുടെ അടിയിൽ വെക്കാറില്ല. മറ്റുള്ളവർക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അത് ദീപപീഠത്തിന്മേലേക്ക് അത്ര വയ്ക്കുക. അങ്ങനെ ഒരു വെളിച്ചം കയ്യിൽ കിട്ടിയിട്ട് മുൻപിലുള്ള അന്ധകാരത്തെ അകറ്റാനായിട്ടുള്ള കൈവട്ടം കയ്യിൽ ഉണ്ടായിട്ട് തിരുവെളിച്ചം നമ്മുടെ മുന്നിൽ നമുക്ക് തെളിച്ചു വെക്കാൻ സാധിച്ചിട്ട് നമ്മളതിനെ മറച്ചു വെച്ച് അതിനെ മനസ്സിലാക്കാതെ നമ്മുടെ രീതിയിൽ ജീവിച്ചു പോയതിനെ ഓർത്തിട്ടാണ് ഈ തലമുറ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് കർത്താവ് പറയുന്നത്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ ലാസറിനോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അവർക്ക് നിയമവും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവർ പറയണത് കേൾക്കട്ടെ. അതങ്ങനെയല്ല എന്ന് അയാൾ പറയണത്, അതാണ് പ്രശ്നം. അതങ്ങനെയല്ല പിതാവേ. മരിച്ചവരിൽ ഒരാൾ ഉയർത്തെഴുന്നേറ്റാൽ അവർ കേൾക്കും. നിയമവും പ്രവാചകന്മാരും ഉണ്ടായിട്ട് മുന്നേ ഇങ്ങനെ വഴികാട്ടികളായി വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും നീണ്ട നിര നമ്മുടെ മുൻപിൽ ഇങ്ങനെ അവശേഷിച്ചിട്ട് നമ്മൾ അവരെ മനസ്സിലാക്കാതെ അവരിലൂടെ ദൈവത്തിലെത്താതെ ഇങ്ങനെ സാധാരണ ജീവിതം ജീവിക്കുന്നതിനെ ഓർത്ത കണക്ക് പറയേണ്ടി വരുമെന്ന് പറയണേ. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു, നിങ്ങളും കയറുന്നില്ല, മറ്റുള്ളവരെ കയറാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നുമില്ല. ശരിക്കും ഇങ്ങനെ ഒരു വിശുദ്ധ ഗ്രന്ഥമൊക്കെ കൈ കിട്ടിയിട്ട് എന്താ ചെയ്ത് ഇത്രയും കാലമായിട്ട് ആലോചിച്ച് നോക്കി. ഈ ഒരു വർഷത്തിൽ വിശുദ്ധ ഗ്രന്ഥം പകർത്തി എഴുതുന്നത് കണ്ട് മനുഷ്യരിങ്ങനെ നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് മനുഷ്യർ കർത്താവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ പകർത്തി എഴുതുന്നത് കണ്ട് സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും കാലം നമ്മൾ എന്താ ചെയ്തേ? ജീവിച്ചിട്ട് ഈ ഇങ്ങനെയൊരു വിശുദ്ധ ഗ്രന്ഥം കയ്യിലുണ്ടായിട്ട് കാലങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ചങ്ങലപ്പൂട്ടിട്ട് പൂട്ടിവെച്ചിരുന്ന ഈ ജീവന്റെ ഗ്രന്ഥം, കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ ഗ്രന്ഥം നമുക്കിപ്പോൾ കയ്യിൽ വന്നിട്ട് നമ്മൾ അതുകൊണ്ട് എന്താ ചെയ്തേ? നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു, നിങ്ങളും കയറുന്നില്ല, കൂടെയുള്ളവരെ കയറാൻ സമ്മതിക്കുന്നുമില്ല. പരിശുദ്ധ കൂദാശകൾ, അതിവിശിഷ്ടമായിട്ടുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ കയ്യിലുണ്ടായിട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയോ ദൈവത്തിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരികയോ ചെയ്തിട്ടില്ലല്ലോ. അനുദപിച്ചില്ലെങ്കിൽ തീർച്ചയായും കർത്താവ് പറയുന്നുണ്ട്, ഈ തലമുറ കണക്ക് പറയേണ്ടി വരും. ദൈവത്തിരുസന്നിധിയിൽ ചെന്ന് കിട്ടിയ ജീവിതത്തിൽ അവന് വേണ്ടി എന്താണ് ചെയ്തതെന്നുള്ള ചോദ്യത്തിന് മുൻപിൽ തലകുനിച്ച് നിൽക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ആശ്രമത്തിൽ ഒരു ശിഷ്യന്റെ കരച്ചിൽ കേട്ട്, ഏങ്ങിക്കരച്ചിലുകൾ കേട്ട് ഗുരു ഇങ്ങനെ അവൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ശിഷ്യനിങ്ങനെ അവിടെ ഇരുന്ന് പതിയെ തേങ്ങുന്നുണ്ട്. കാര്യം ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു ഗുരു. അയാൾ തണുത്ത ജലം പൂജയിൽ നിന്ന് അവന് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നു. കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തും അവൻ ഏങ്ങിക്കരച്ചിൽ നിർത്തുന്നില്ല. ഇനിയും എന്താ പ്രശ്നം? എനിക്ക് ദാഹിക്കുന്നു ഗുരു. കാര്യം മനസ്സിലായ ഗുരു ഇങ്ങനെ കുടം താഴെ വെച്ചിട്ട് ആകാശങ്ങളിലേക്ക് മിഴികൾ ഉയർത്തി ശിഷ്യനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, എല്ലാറ്റിനും ഒടുവിൽ ഞങ്ങൾക്കിതാ ദാഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഞങ്ങൾക്ക് കുടിക്കാൻ തരിക. അവിടുത്തെ ആത്മാവിൻ്റെ ജ്ഞാനം ഇനി നമ്മുടെ ഉള്ളിൽ നിറയാൻ ഈ പ്രാർത്ഥന നിരന്തരം ഒന്ന് ആവർത്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ശരിയായിട്ടുള്ളത് എന്താണെന്ന്, ദൈവം അയച്ച മനുഷ്യരാരാണെന്ന്, അവർ പഠിപ്പിക്കുന്ന സ്വർഗീയ രഹസ്യങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഈ പ്രാർത്ഥന നല്ലതായിരിക്കും. കർത്താവ് എൻ്റെ കൂടെ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ അടക്കമുള്ള അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയാൻ, വിശുദ്ധ കൂദാശകളിലൂടെ അവിടുന്ന് നൽകുന്ന സ്വർഗത്തിൻ്റെ വിശുദ്ധി തിരിച്ചറിയാൻ, നിരവധി പാരമ്പര്യമായിട്ടുള്ള പ്രാർത്ഥനകളിലൂടെ കർത്താവ് നമുക്ക് തരുന്ന സംരക്ഷണത്തെ തിരിച്ചറിയാൻ ഒക്കെ ഈ പ്രാർത്ഥന നന്നായിരിക്കും. കർത്താവെ, എല്ലാറ്റിനും ഒടുവിൽ ഞങ്ങൾക്കിതാ നിനക്ക് വേണ്ടിയിട്ടുള്ളൊരു ദാഹമുണ്ടാകുന്നു, ഞങ്ങൾക്കൊന്ന് കുടിക്കാൻ തരിക.
സ്വർഗത്തിൻ്റെ ജ്ഞാനത്തെ ഞങ്ങളുടെ ഉള്ളിലേക്ക് നിറച്ച് ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല ആ സമരിയക്കാരി സ്ത്രീയുടെ അടുത്ത് നിന്ന് കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന വലിയ സ്വർഗീയ രഹസ്യം അതാണ്. നീ കോരുന്ന ജലം കുടിച്ചാൽ നിനക്ക് ഇനിയും ദാഹിക്കും. മറ്റെന്തിൻ്റെ പിറകെ പോയാലും മറ്റൊന്നും നമ്മളെ തൃപ്തിപ്പെടുത്തുന്നില്ല. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം, അവനെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അവൻ അയച്ച മനുഷ്യരെ കേൾക്കാനായിട്ടുള്ള മനസ്സ്, കർത്താവേ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ദാഹം. എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിച്ചാൽ നിനക്ക് ദാഹിക്കില്ല. ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കാൻ അവിടുത്തെ ആത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന അപേക്ഷയോടുകൂടെ മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉറങ്ങുന്നതിന് മുൻപ് ആലോചിച്ചെടുക്കണം, കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന നന്മകൾ എന്തൊക്കെയാണെന്ന്. വെറും നന്മകളല്ല, ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും അവിടുത്തെ അറിയാനും അവിടുത്തെ വചനങ്ങൾ വായിക്കാനും അവിടുത്തെ കൽപ്പനകൾ മനസ്സിലാക്കാനും ഒക്കെ കിട്ടിയ അനുഗ്രഹങ്ങൾ. ബോബിച്ചൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ചതുപോലെ എല്ലാം ഭാഗ്യമാണെന്ന് ഒന്നോർത്ത് നോക്കിയാൽ, അവൻ ജനിച്ച ഭൂമിയിൽ ജീവിക്കാനാവുക, അവൻ നടന്ന വഴികളിലൂടെ നടക്കാനാവുക, അവൻ്റെ വാക്ക് കേട്ട് ജീവിക്കാനാവുക, എല്ലാം ഭാഗ്യമായിരുന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇത് താഴ്ത്തി വെച്ച് ഇത് ഇങ്ങനെ ചുറ്റും ഇരുട്ടാക്കി കളഞ്ഞത്? തമ്പുരാൻ തന്ന വിശുദ്ധ കൂദാശകൾ അടക്കമുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് വെളിച്ചം പരത്താൻ എന്നെ ഉപകരണമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.